ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2014 ഒരു അമേരിക്കൻ ഹൊറർ അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ആസ് എബോവ് സോ ബിലോ എന്ന് പറഞ്ഞിട്ടൊരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കുഴി, ഇരുട്ട്, ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കയറാൻ കഴിയുന്ന രീതിയിലുള്ള കേവുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവി കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. 1300 മുതൽ 1400 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നിക്കോളാസ് ഫ്ലെമൽ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് എഴുത്തുകാരൻ ഒരു ഐതിഹാസിക കല്ല് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു കല്ലുകൊണ്ട് മറ്റു ലോഹങ്ങളെ സ്വർണമോ വെള്ളിയോ ആക്കാൻ കഴിയും. അതേപോലെ തന്നെ നിത്യജീവൻ നൽകാനും ഈ ഒരു കല്ലിന് കഴിവുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ഒരു കല്ല് കണ്ടുപിടിക്കാനായിട്ട് ഒരു സംഘം പാരീസിലെ കാറ്റകോംസിനുള്ളിലേക്ക് ഇറങ്ങാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ്. പിന്നീട് അവിടെ നിന്നും ഇവരെല്ലാവരും രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള സ്കാർലെറ്റിനെയാണ് കാണിക്കുന്നത്. അതുമല്ലാതെ സ്കാർലെറ്റ് ഒരു ആർക്കിയോളജിസ്റ്റ് കൂടിയാണ്. ഈ പുരാവസ്തുക്കളെ പറ്റിയെല്ലാം കൂടുതലായിട്ട് അന്വേഷിക്കുന്ന ഒരാള്. ഇപ്പോൾ സ്കാർലെറ്റ് നിൽക്കുന്നത് ഇറാനിലാണ്. അതും ഇവിടെ ഈ ഒരു രാജ്യത്ത് അതിക്രമിച്ചാണ് കയറിയിരിക്കുന്നത്, മറ്റാരും അറിയാതെ. അങ്ങനെ ഇവിടെ ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാനിലെ ഒരു പഴയ ഗുഹയുണ്ട്. അതിപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് തകർക്കാൻ പോവാണെന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടാണ് അവൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാരണം അവൾക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട ഒരുപാട് പുരാതന കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ഇവർ ഈ ഒരു ഗുഹ പൊളിക്കുന്നതിന് മുന്നേ അവൾക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ അവളാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് അവളുടെ അച്ഛൻ്റെ ഒരു സുഹൃത്തല്ല റീസ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ സ്കാർലെറ്റിന്റെ അച്ഛനായാലും ഇതിനു മുന്നേ ഇത് അന്വേഷിക്കാനായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ടും കണ്ടുപിടിക്കാനായിട്ട് അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ റീസനെ വന്ന് കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഈ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്ന ആ ഒരു വഴി അറിയാം. അങ്ങനെ ആ ഒരു വഴിയെ നമ്മുടെ ഹീറോയിനെ കൊണ്ട് റീസ അതിനകത്തേക്ക് പോകുന്നു. അതുമല്ല, ഇവർ ഈ ഒരു ഗുഹ പൊളിക്കാനായിട്ട് ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ അവൾക്ക് കാണേണ്ട ആ ഒരു കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരണം. അങ്ങനെ ഇവർ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും റീസ അവളോട് പറയുന്നുണ്ട്, നമുക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയുമ്പോൾ ശരി ശരി അതൊക്കെ എനിക്കറിയാം, നമുക്ക് എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഭൂമിക്കടിയിലേക്കുള്ള ആ ഒരു ഗുഹയിലേക്ക് ഇവർ ഇറങ്ങി കുറെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ എങ്ങനെ വരുന്നു. അപ്പോഴേക്കും ഇവർ പെട്ടെന്ന് അവരുടെ അടുത്ത് ഒളിച്ചു നിന്നിട്ട് അയാൾ പോകുന്നതും റീസ പറയും, നമുക്ക് ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് അവിടെ നിന്ന് പറയുമ്പോൾ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് റീസ അവൾക്ക് ഒരു ഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അപ്പോഴേക്കും അവൾ അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും അവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനുള്ളിൽ നിന്നല്ല കിട്ടുന്നത്. പക്ഷേ അവൾക്ക് മറ്റൊരു കാര്യം അറിയാം, ഈ ഒരു ഭാഗം പൊളിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വേറെ ഒരു അറയുണ്ടെന്ന്. പക്ഷെ ഇതാണെങ്കിലും മറ്റാർക്കും അറിയത്തില്ല. അങ്ങനെ സ്കാർലെറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുറ്റിയെല്ലാം എടുത്തിട്ട് ആ ഒരു ഭാഗം ഇടിച്ചിങ്ങനെ തകർക്കാണ്. അങ്ങനെ ഇടിച്ച് തകർക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു വലിയ പ്രതിമയുണ്ട്. അങ്ങനെ ആ ഒരു പ്രതിമയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ പ്രതിമയ്ക്ക് ചുറ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്കാർലെറ്റിന് വേണ്ടത്. ഇത് അന്വേഷിച്ചാണ് അവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അതിന്റെ എല്ലാം വീഡിയോ എടുക്കുന്ന സമയത്ത് റീസ പറയും, നമുക്ക് പോവാന്ന് പറയുമ്പോൾ അവൾ പറയും, ഇല്ല ഇത് പൂർണ്ണമായിട്ട് എടുത്തിട്ട് ഞാൻ വരാം എന്ന് പറയുന്നതും അയാൾ പറയും, എനിക്കൊരു കുടുംബമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും പോവാണ്, നീ എത്രയും പെട്ടെന്ന് എന്റെ പുറകെ വന്നു എന്ന് പറയുമ്പോൾ സ്കാർലെറ്റ് പറയും, ഓക്കെ ശരി ശരി നിങ്ങൾ വിട്ടോ, ഞാൻ പുറകെ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കാർലെറ്റ് ആണെങ്കിലും എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു ഗുഹ തകർക്കാനായിട്ടുള്ള ആ ഒരു കൗണ്ട് ഡൗൺ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവളാണെങ്കിൽ സ്പീഡിന്റെ ഓടി ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്ക് അവിടെ ആരും തൂങ്ങി നിൽക്കുന്നത് പോലെ ഇത് കണ്ട് അവള് പെട്ടെന്ന് പേടിച്ചു പോകും. കുറച്ചു നേരം അവിടെ നിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് അവളുടെ അച്ഛനായിരുന്നു. അങ്ങനെ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് ഈ ഒരു ഗുഹ തകർക്കുന്നതും ഇവൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവൾ പെട്ടെന്ന് ഓടി വരുമ്പോഴത്തേക്കും പല ഭാഗങ്ങളും ഇടിച്ചു വീഴുന്നുണ്ട്. റീസ റീസ എന്നിങ്ങനെ വിളിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നതും ആ ഒരു ശബ്ദം കേട്ട് ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് അവൾ ഒരു വിധത്തില് മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വിധത്തില് അവൾ ഇപ്പോൾ രക്ഷപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനില് സ്കാർലെറ്റ് ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ അവളുടെ കൂടെ ബെൻജി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറാമാൻ ഉണ്ട്. അത് അവളുടെ സുഹൃത്താണ്. ആ ഒരു ക്യാമറാമാനെ വെച്ചുകൊണ്ട് ഇവളിപ്പോ ഒരു ഡോക്യുമെന്ററി ചിത്രീകരിക്കാണ്. എന്തിനാണെന്ന് വെച്ചാല് സ്കാർലെറ്റ് ഇപ്പൊ ഈ ഒരു ഗുഹയ്ക്കകത്തേക്ക് വന്നിട്ട് അവിടെ ഒരു പ്രതിമ കണ്ട് അതിന്റെ വീഡിയോ എടുത്തല്ലോ. ആ ഒരു പ്രതിമയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഞാൻ സ്റ്റാർട്ടിംഗ് സീനിൽ പറഞ്ഞ നിക്കോളാസ് ഫ്ലെമർ എന്ന് പറഞ്ഞിട്ട് അയാൾ കണ്ടെത്തിയ ആ ഒരു അത്ഭുത കല്ല്, അത് കണ്ടുപിടിക്കാനായിട്ടുള്ള വഴികളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതുമല്ലാതെ സ്കാർലെറ്റിന്റെ അച്ഛനാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കല്ല് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇതൊരു അത്ഭുത കല്ലാണെന്നെല്ലാം മറ്റുള്ളവരോട് പറയുമ്പോഴത്തേക്കും അവരാരും അത് വിശ്വസിച്ചിരുന്നില്ല. അവളുടെ അച്ഛൻ ഒരു ഭ്രാന്തനാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതും കൂടാതെ പിന്നീട് കുറെ കാലം കഴിഞ്ഞ അയാള് തൂങ്ങി മരിക്കാണ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് അവള് ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും കണ്ടത്. അത് സത്യമല്ലായിരുന്നു, അവൾക്ക് തോന്നിയതാണ്. അപ്പോ തന്റെ അച്ഛൻ നിർത്തിവെച്ച ആ ഒരു ദൗത്യം അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിക്കോളാസ് ഫ്ലെമൽ ആ ഒരു അത്ഭുത കല്ല് കണ്ടുപിടിച്ച ഒരു സ്ഥലം അത് എവിടെയാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നിക്കോളസ് പോയ ആ ഒരു വഴി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്.
അപ്പൊ അത് പലയിടങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച് വേണം അവൾക്ക് ആ ഒരു കല്ലിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇപ്പൊ ഈ ഒരു ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നത്. അപ്പൊ ഇവിടെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ക്യാമറയിൽ ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ പോലെയാണ്. അങ്ങനെയായിരിക്കും ഇനി മൂവി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ മൂവി കാണുന്ന ആ ഒരു രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കാർലറ്റ് കാണാൻ പോകുന്നത് അവളുടെ സുഹൃത്തായിട്ടുള്ള ജോർജിനെ കാണാനായിട്ടാണ്. ജോർജിനെ കാണാൻ ചെല്ലുന്നത് എന്താണെന്ന് വെച്ചാല് ജോർജിന് ഈ ഒരു പുരാതന ഭാഷകളുണ്ടല്ലോ, ഈജിപ്ഷ്യൻ ഇങ്ങനെയുള്ള ഭാഷകൾ. അപ്പൊ ആ ഒരു ഭാഷകളിലാണ് ആ ഒരു കല്ല് കണ്ടുപിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലായിട്ട് കുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാം അറിയാവുന്നത് നമ്മുടെ ജോർജിനാണ്. അപ്പൊ അതുകൊണ്ട് ജോർജിന്റെ സഹായം അവൾക്ക് എന്തായാലും ആവശ്യമാണ്. അങ്ങനെ ജോർജിനെ കാണാനായിട്ട് വന്ന് അവനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശരി നിന്നെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവിടെയുള്ള ഒരു മ്യൂസിയത്തിനകത്തേക്ക് കയറി ചെല്ലാണ്. അതുപോലെ ഇപ്പൊ ഇവർ നിൽക്കുന്നത് പാരീസിലാണ്. അങ്ങനെ ആ ഒരു മ്യൂസിയത്തിനകത്തേക്ക് ചെന്നിട്ട് അവിടെ ഒരു കല്ലില് കൊത്തിവെച്ചിരിക്കുന്ന ഒരു കാര്യം അതിങ്ങനെ വായിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഒരു കല്ല് അന്വേഷിച്ചു പോകാനായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലാന്ന് ജോർജിനെ പറയും. അപ്പൊ സ്കാർലറ്റ് പറയും അതൊരിക്കലും ശരിയാവത്തില്ല, നല്ലതുപോലെ വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കല്ലിന് പുറകിലായിട്ട് അതിനെ പറ്റി ഉണ്ടാവും എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോഴേക്കും അവൾ പെട്ടെന്ന് ആ ഒരു കല്ലെങ്ങനെ എടുത്ത് അവിടേക്ക് വയ്ക്കുമ്പോഴത്തേക്കും ജോർജ് പറയുന്നുണ്ട് ഏയ് നീ എന്താ ജയിലിൽ പോകാനായിട്ടുള്ള പണിയൊക്കെ ഒപ്പിക്കുകയാണോ, പോലീസ് വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്ത് ഇതൊരു മ്യൂസിയം ആണെന്നെല്ലാം പറയുമ്പോൾ ഇല്ല ഇപ്പൊ ആരും വരാൻ പോകുന്നില്ല, ഞാനൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒന്ന് രണ്ട് ഈ ക്ലീൻ ചെയ്യുന്ന കെമിക്കൽ ഉണ്ട് അതെടുത്ത് ഇതിന് മുകളിലേക്ക് തന്നെ തേച്ചിട്ട് ഒരു തീപ്പെട്ടി എടുത്ത് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കത്തിച്ചു കൊടുക്കും. അങ്ങനെ കത്തിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ഒരു ഭാഗം നല്ലതുപോലെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, അത് അവൾക്ക് കാണാൻ കഴിയും. അപ്പോ അവൾ വായിച്ചത് ശരി തന്നെയാണ്. ഇതിന് പുറകില് അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു വഴി എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് ഇവർ വായിച്ച് മനസ്സിലാക്കുന്നതും ചിറകുള്ള ഒരു കഴുകൻ വഴിയാണ് നിങ്ങളെ അത് നയിക്കുന്നത്. അത് കഴിഞ്ഞ് ഇരുണ്ട പകലിൽ നല്ല തിളക്കമുള്ള ഒരു ഭാഗം അതിനുള്ളിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും. പാതി വഴിയിൽ ഇരുണ്ട ഗേറ്റ്, അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ഭരണത്തിന്റെ കീഴില് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇവർ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും. അതായത് രാത്രി ആകാശത്തിന് താഴെ അത് വേറെ ഏതെങ്കിലും തുറസായിട്ടുള്ള സ്ഥലമായിരിക്കും എന്നിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ഇരുണ്ട ഗേറ്റ് അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇരുണ്ട ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നരകത്തിന്റെ കവാടങ്ങള്. അപ്പോ നരകത്തിന്റെ കവാടം അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോർജ് പറയും അതിവിടെ ഈ ഒരു പാരീസിനടിയിലായിട്ട് കാറ്റക്കോംസ് ഉണ്ടല്ലോ അതായിരിക്കോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും അത് ഭൂമിക്കടിയിലേക്ക് തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിക്കോളസ് ഫ്ലെമലിന്റെ ശവകുടീരത്തിനടിയിൽ ഏകദേശം 370 അടി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കല്ല് കണ്ടെത്താന്ന് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ മനസ്സിലാക്കും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബെഞ്ചിക്കാണെങ്കിൽ ആ ക്യാമറമാൻ ഉണ്ടല്ലോ അവന് നല്ല പേടിയാവുന്നുണ്ട്. അവൻ ചോദിക്കുന്നത് നമ്മളിങ്ങനെ 370 അടി താഴേക്ക് എത്തും എന്ന് ചോദിക്കുമ്പോൾ സ്കാർലറ്റ് പറയും കാറ്റക്കോംസ് നമ്മൾ പാരീസിലല്ലേ നിൽക്കുന്നത്, ഈ കാറ്റക്കോംസിന് അടിയിലാണെങ്കിൽ 200 മൈലിലധികം തുരങ്കങ്ങളുണ്ട്, അത് നമ്മൾ നിൽക്കുന്ന താഴെ തന്നെ, അതിലൂടെ പോയി കഴിഞ്ഞാൽ എന്തായാലും കണ്ടുപിടിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ട് നിക്കോളസ് ഫ്ലെമൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരാളുടെ കയ്യിലുള്ള ഒരു മാപ്പ് ഉണ്ട്, അയാൾ വരച്ച ആ ഒരു മാപ്പും ഇപ്പോഴുള്ള പാരീസിന്റെ ആ ഒരു മാപ്പ് എടുത്ത് വെച്ച് ഇവർ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെ ഇവർ അന്ന് രാത്രി തന്നെ ആ ഒരു കാറ്റക്കോംസ് കാണാനായിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. കാറ്റക്കോംസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇതൊരു ശവകുടീരമായിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ തലയോട്ടിയും അവരുടെ അസ്ഥിയെല്ലുകളും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു ശവകുടീരായതുകൊണ്ട് അതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഗുഹാഭാഗമാണ് ഇത്. അപ്പൊ ഇവരുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്, ആ ഒരു ഗൈഡാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവർ 3 പേരും അതിനകത്തോടെ നടന്ന് എത്തികളൊന്നും ഇല്ലാത്തൊരു ഭാഗം കണ്ടുപിടിച്ച് അതിനുള്ളിലൂടെ വേണം ഒരുപാട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഭാഗം ഇവർ തിരക്കി നടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് ഷോക്കേസ് എന്ന് പറഞ്ഞൊരു ക്ലബിലേക്ക് പോകും. അവിടെ പാപ്പിലോൺ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. അവനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി കിട്ടുമെന്ന് ഒരു ചെറുപ്പക്കാരൻ ഇവരെ നോക്കി ഇങ്ങനെ പറയുന്നത്. ആ ഒരു ചെറുപ്പക്കാരനെ ഇതിനു മുന്നേ ഇവർ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ നമ്മുടെ ഹീറോയിൻ ആയാലും കുറച്ചു നേരം ആലോചിച്ചിട്ട് ഓക്കെ ശരിയെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ തിരിഞ്ഞു പോയിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവനെ അവിടെ കാണാനില്ല. അവൻ ആരാണെന്ന് പോലും അറിയത്തില്ല. ശരി എന്തായാലും അവൻ പറഞ്ഞതുപോലെ ആ ഒരു ക്ലബിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇവര് 3 പേരും ആ ഒരു ക്ലബിലേക്ക് ചെന്നിട്ട് പാപ്പിലോൺ എന്ന് പറഞ്ഞ ആ ഒരുത്തനെ കണ്ടുപിടിക്കും. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതേപോലെ നിന്നെ പറ്റി ഒരുത്തൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു, നിനക്ക് പാരീസിനടിയിലെ ഗുഹാഭാഗങ്ങളെല്ലാം അറിയാന്ന്. ഞങ്ങളാണെങ്കിലും അവിടെ ഒരു രഹസ്യ ഗുഹാഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ അന്വേഷിച്ചു വന്നത്. ശരി ഞാൻ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആ ഒരു വഴി കാണിച്ചു തരാം. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്, അതിനകത്ത് എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും നിധിയാണുള്ളത്, ഒരുപാട് നിധികള് അതിനകത്തുണ്ട്, അതെനിക്ക് കൺഫേം ആണ്, 101% കൺഫേം ആണെന്ന് ഇങ്ങനെ പറയുന്നതും പാപ്പിലോൺ പറയും നിധിയോ, നിധിയാണെങ്കിൽ അത് പാതിയായിട്ട് ഷെയർ ചെയ്തെടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഏയ് അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല, അത് മുഴുവനായിട്ട് നിങ്ങൾ എടുത്തോ കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു കല്ല് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്നിങ്ങനെ പറയാണ്. കാരണം ആ ഒരു കല്ലിനാണ് അത്ര അത്ഭുത ശക്തിയുള്ളത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നിധിയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ ജോർജ് പറയും ഏയ് ഇല്ലല്ല അങ്ങനെയൊന്നുമില്ല, നിധി പാതിയായിട്ട് തന്നെ എടുക്കാം എന്ന് പറയുന്നതും ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ 2 സുഹൃത്തുക്കളും കൂടി ഉണ്ടാവും, ഒരാളുടെ പേര് സോയി പിന്നെ സെഡ്, ഇവര് 2 പേരും എന്നോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഇവർ ആ ഒരു ഗോയ്ക്കുള്ളിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു.
അങ്ങനെ ഈ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ അതിനകത്ത് ചെന്നാലുള്ള അപകടങ്ങൾ എന്താണെന്നെല്ലാം നേരത്തെ തന്നെ ഇവരോട് പറയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടോർച്ചിന്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, പിന്നെ നമ്മൾ മരിച്ചെന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഈ തുരങ്കം, കുഴി ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴത്തേക്കും പേടിയുള്ളവരാണെങ്കിലും ഒരു കാര്യമില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരും പാപ്ലോന്റെ 2 സുഹൃത്തുക്കള്, അവർ 3 പേരും, അതേപോലെ തന്നെ നമ്മുടെ സ്കാർലറ്റും ജോർജ്, ബെഞ്ചി, ഇവർ 3 പേരും മൊത്തത്തിൽ 6 പേരാണ് ഇതിനകത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇവർ 6 പേരും അതിനകത്തേക്ക് ചെന്നിട്ട് ചെറിയൊരു കുഴിയുണ്ട്, അതുവഴി വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഈ ഒരു സ്ഥലത്തൂടെ ആരും പോയിക്കൂടാ, പോലീസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇവരെ പിടിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് അകത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് ഒരു പോലീസ് വന്ന് പാപ്ലോനെ പിടിക്കുന്നു. അപ്പൊ ബാക്കി എല്ലാവരും ഉള്ളിലേക്ക് കയറിയിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു പോലീസിനെ തള്ളിക്കളഞ്ഞ് അവനും എങ്ങനെയോ അകത്ത് കയറും. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറിയിട്ട് ടോർച്ച് എല്ലാം വെച്ച് കെട്ടി ഇനിയിപ്പോ ഗുഹയ്ക്കുള്ളിലേക്ക് പോകണം. അതുമല്ല ഇവരുടെ കൂടെ വരുന്ന നമ്മുടെ ജോർജിനാണെങ്കിൽ ഇതിനകത്തേക്ക് വരെ ഒട്ടും താല്പര്യമില്ല. സ്കാർലറ്റ് നിർബന്ധിച്ച് വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ പാപ്പിലോൺ ആദ്യം നടന്നു പോകുന്നു, ബാക്കി എല്ലാവരും അവരെ ഫോളോ ചെയ്ത് പുറകെ പോകുന്ന വഴിക്കാണെങ്കിൽ ആ ഗുഹയ്ക്കുള്ളിൽ വെള്ളമെല്ലാം ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അതും കൂടാതെ ഇവിടെയുള്ള ചുമരുകളിലാണെങ്കിൽ ഒരുപാട് പേര് എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് പേരും വരുന്നതാണ്, പക്ഷെ ഇതിനുള്ളിലേക്കുള്ള വഴിയാണ് മറ്റാർക്കും അറിയാത്തത്. അങ്ങനെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ച് ഇവരെല്ലാവരും അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ഈ കത്തി എറിഞ്ഞ മെഴുകുതിരികളെല്ലാം ഒരുപാട് കാണുന്നത്. അപ്പോഴേക്കും പാപ്പിലോൺ പറയും ഇതിനകത്തേക്ക് ആളുകൾ വരാറുണ്ട് എന്ന് പറയുന്നതും ഇവരൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് വേറെ കുറെ പേര് എന്തൊക്കെയോ വെള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് പുറത്തെല്ലാം ഒരുപാട് വെള്ള പൊടിയെല്ലാം തേച്ച് ഒരു പ്രത്യേക രീതിയിൽ എന്തൊക്കെ പാടി മന്ത്രങ്ങളാണ് അതെല്ലാം പറഞ്ഞിട്ട് അവരെല്ലാവരും കൾട്ടിസ്റ്റുകളാണ്. അങ്ങനെ അവരെ നമ്മുടെ ബെഞ്ചി ക്യാമറ വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന അതേ സമയത്ത് അതിലൊരു പെണ്ണ് പെട്ടെന്ന് അവരെ നോക്കുന്നത് അവൻ പേടിച്ചിട്ട് ഇവരോടൊപ്പം വീണ്ടും പോകുന്നു. അങ്ങനെ എല്ലാവരെയും കുറച്ചുള്ളിലേക്ക് കൊണ്ടുപോയിട്ടാണ് പാപ്പിലോൺ പറയുന്നത്, ഈ ഒരു ഭാഗം കണ്ടോ, ഈ മനുഷ്യന്റെ എല്ലുകളെല്ലാം കിടക്കുന്ന ഈ ഒരു ഭാഗം, ഇതിനുള്ളിലൂടെ വേണം നമുക്ക് അപ്പുറത്തേക്ക് ചെല്ലാനായിട്ട് എന്നിങ്ങനെ പറയുന്നതും ഈ മനുഷ്യന്റെ എല്ലുകൾ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും പേടിയായി. അപ്പോഴേക്കും നമ്മുടെ ബെഞ്ചി പറയുന്നുണ്ട് ഇല്ലില്ല ഒരിക്കലും ഞാൻ ഈ ഒരു വഴി വരത്തില്ല എന്ന് പറയുമ്പോൾ ഇതല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല, ഇതിനുള്ളിലൂടെ വേണം പോകാനായിട്ട് എന്ന് നമ്മുടെ പാപ്പിലോണും പറയുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ സ്കാർലറ്റ് നോക്കുമ്പോൾ ഇവിടെ മറ്റൊരു ഭാഗമുണ്ട്, അതാണെങ്കിൽ കല്ലുകൾ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നേ ആ ഒരു വഴിയെ പോയിക്കൂടെ, അത് ഇതിനുള്ളിലേക്ക് ചെല്ലത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതിനുള്ളിലൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്, അതിനുള്ളിൽ കയറി ആരും ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. അതുമല്ല 2 വർഷങ്ങൾക്ക് മുന്നേ ലാ ടൗപ്പേ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഇതിനുള്ളിലേക്ക് പോയിരുന്നു, പക്ഷേ ഇതുവരെ അവൻ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു വഴി തന്നെ അടച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് അതിലേ പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കാർലറ്റ് പറയും നീ പറയുന്ന ഈ ഒരു വഴിയാണെങ്കിൽ നമുക്ക് സമയം അധികം എടുക്കും, ഇതാകുമ്പോൾ എളുപ്പം ചെല്ലാന്ന് പറയുമ്പോൾ അവൾ ആ ഒരു മാപ്പിൽ നോക്കിയിട്ടാണ് പറയുന്നത്. മാപ്പിലും പറയും ഒരിക്കലും ഇല്ല, നമുക്ക് ഈ ഒരു വഴിയെ തന്നെ പോവാന്ന് പറഞ്ഞ് വേറെ നിവർത്തിയില്ലാതെ എല്ലാവരെയും കൊണ്ട് അതിനകത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ബെഞ്ചിക്കാണ് നല്ല പേടി, കാരണം ഇവൻ ഈ ഒരു ക്യാമറയും കൊണ്ട് നടക്കുന്നതല്ലാതെ ഇതിനു മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എല്ലുകളെല്ലാം കാണുമ്പോഴത്തേക്കും അവന് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവര് പോകുന്ന ഈ ഒരു രീതി കാണുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം കിട്ടും. അങ്ങനെ ബാക്കി എല്ലാവരും അതിനപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ബെഞ്ചിക്കാണെങ്കിൽ ഇത്തിരി ശരീരമുണ്ട്, അതുകൊണ്ട് അവൻ അതിനുള്ളിലൂടെ ഇഴഞ്ഞിഴഞ്ഞു വരുന്നു, അതുപോലെ നല്ല പേടിയുമാണ്. അപ്പോഴേക്കും അവൻ എന്തോ ശ്വാസം മുട്ടുന്നത് പോലെയല്ല. അപ്പോൾ സ്കാർലറ്റ് ചോദിക്കും ബെഞ്ചി കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല ഞാൻ വരാം, പക്ഷേ ചെറിയ രീതിയിൽ ഞെരുക്കുന്നില്ല, എനിക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം പതിയെ ഇടിയാൻ തുടങ്ങാണ്. അത് അവന് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അവൻ അതിനകത്ത് സ്റ്റക്കായി പോയെന്ന്. അങ്ങനെ എല്ലാവരും കൂടി വെളിയിൽ നിന്ന് വലിച്ച് അവന് പുറത്തേക്ക് എടുക്കുന്നതും ഇവർ കയറി വന്ന ആ ഒരു ഭാഗം ഇപ്പോ ഇടിഞ്ഞുപോയി, അതുകൊണ്ട് അവർക്ക് അതിലൂടെ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. ബെഞ്ചിക്കാണെങ്കിൽ അത്രയും ദേഷ്യം, ഇപ്പൊ അവൻ അവിടെ വെച്ച് മരിക്കേണ്ടതാണ്. അതേസമയം നമ്മുടെ സ്കാർലറ്റ് നോക്കുമ്പോഴത്തേക്കാണ് സ്കാർലറ്റ് പറഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ കല്ലെല്ലാം വെച്ച് കെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം, അത് കാണുമ്പോഴത്തേക്ക് അവള് പറയും നീ അല്ലേ പറഞ്ഞ ഇതിനുള്ളിലേക്ക് വരാനായിട്ട് കഴിയത്തില്ലെന്ന്, നമ്മൾ അപ്പുറത്ത് നിന്ന് കണ്ട ആ ഒരു ഭാഗം നീ എന്നോട് കള്ളം പറഞ്ഞാണോ എന്നിങ്ങനെ ചോദിക്കുന്നതും ഇത് നമ്മുടെ ബെഞ്ചി കാണുന്നതും പെട്ടെന്ന് വന്ന് പാപ്പിലോണെ ഇടിക്കാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വഴി ഉണ്ടായിട്ടാണ് ഇവൻ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും സ്കാർലറ്റ് ഈ 2 പേരെ തടഞ്ഞു നിർത്തിയിട്ട് അവനോട് ചോദിക്കും ഇങ്ങനെ ഒരു വഴി കിടന്നിട്ട് അതിലേ വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ലില്ല ഒരിക്കലും ഇങ്ങനെ ഒരു വഴിയില്ല, ഞാൻ സത്യമാണ് പറയുന്നത്, ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു വഴി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇങ്ങനെ പറയുന്നതും സ്കാർലറ്റ് പറയും ഓക്കെ ശരി, എന്തായാലും നമുക്ക് ഇതിലെ തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗം ഇടിച്ച് പൊളിച്ച് ഇവരെല്ലാവരും അതിനുള്ളിലൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കാണ് ഇത് മറ്റൊരു വഴിയാണ്, ഇവർ നേരത്തെ കണ്ട ആ ഒരു വഴിയെന്നല്ല, ഇത് വേറൊരു വഴിയാണ്. അതിലെ നടന്നു പോകുമ്പോൾ ഇവിടെ ഈ ഗുഹാഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ള ആ ഒരു വർഷം എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും POP പാപ്പിലോൺ എന്നുള്ള രീതിയിൽ അവിടെ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഇവര് ചോദിക്കും പാപ്പിലോൺ നീയല്ലേ പറഞ്ഞു ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടില്ലാന്ന്, പിന്നെ എങ്ങനെ ഇത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും സത്യമായിട്ട് ഞാൻ പറയാണ്, ഇതിനു മുന്നേ ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല, ഞാനല്ല ഇത് എഴുതിയത്, ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ശബ്ദം, എന്താണെന്ന് വെച്ചാൽ ഒരു ഫോൺ റിങ് ചെയ്ത ശബ്ദം. അപ്പൊ എല്ലാവരും ഞെട്ടിയിട്ട് പലയിടങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുന്നു, കാരണം വർഷങ്ങളായിട്ട് ഇതിനകത്തേക്ക് ആരും കയറിയിട്ടില്ല, വർഷങ്ങളല്ല നൂറ്റാണ്ടുകളായിട്ട്. പാപ്പിലോൺ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഒരിക്കലും വന്നിട്ടില്ല. അപ്പൊ എങ്ങനെ ഈ ഒരു ഫോൺ റിങ് ചെയ്യും എന്നാലോചിച്ചിട്ട് അവനോട് ചോദിക്കും ഇതെങ്ങനെ ഈ ഒരു ശബ്ദം ഇവിടെ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇതിനകത്തേക്ക് കുറെ ഗവേഷകർ വന്നിരുന്നു, അവർ വിളിക്കാനായിട്ട് ഒരുപാട് ഫോണുകൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം വർഷങ്ങൾക്ക് മുന്നേ തന്നെ എടുത്തുകൊണ്ട് പോയി, പിന്നെ എങ്ങനെ ഇതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും ഇവർ ആ ഒരു വശത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോർജ് ആ ഒരു ചുമരിൽ എഴുതിയിരിക്കുന്ന ഒരു എഴുത്ത് വായിച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് 100 കണക്കിന് ആളുകൾ ഈ ഒരു ഭൂമിക്കടിയിൽ പെട്ട് മരിച്ചു
മരിച്ചുപോയത്. ഈ ഒരു സ്ഥലം തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. പാപ്പിലോൺ പറയും അത് മാത്രമല്ല പിന്നീടും ഏകദേശം ഒരു 50 ആളുകൾ ഇതിനകത്തേക്ക് വന്ന് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവര് മറ്റൊരു ഭാഗത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ പഴയ ഒരു പിയാനോ ഇരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ജോർജ് പറയും ഈ പിയാനോ എങ്ങനെ ഇവിടെ വന്നു, ഒരുപക്ഷെ വീടുകൾ വല്ലതും തകർന്നപ്പോൾ ഇതിനിടയിൽ പെട്ടുപോയതാണോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് വീണ്ടും ആ ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് നമ്മുടെ സ്കാർലെറ്റ് ആ ഒരു ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ബെഞ്ചി ആണെങ്കിലും പറയുന്നുണ്ട് സ്കാർലെറ്റ് പതിയെ പോകുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അവൾ നല്ല സ്പീഡിനാണ് പോകുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ അവൾ ഒരുപാട് ദൂരം നടന്ന് ചെന്നിട്ട് ആ ഒരു ഫോൺ അങ്ങനെ കണ്ടുപിടിക്കുന്നത്. ആ ഒരു ഫോൺ ഇപ്പോഴും റിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ഇവരെല്ലാം ആലോചിച്ചിരുന്നുണ്ട്. അവസാനം സ്കാർലെറ്റ് ആ ഒരു ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും പറയുന്നത് എന്തുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കുന്നതെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അവൾ ആരാണെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവളാണെങ്കിലും പെട്ടെന്ന് പേടിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ആരോ ഒരാള് ഇയാളെ കാണുമ്പോഴത്തേക്കും ഒരു നിമിഷം എല്ലാവരും പേടിച്ചു പോയി. എന്നിട്ട് നോക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ പാപ്പിലോൺ പറയുന്നത് ഹേയ് ലാ ടൗപ്പേ, നീ എന്താ ഇവിടെ? നീ 2 വർഷത്തിന് മുന്നേ ഇതിനകത്ത് കയറിയിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനൊരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാല് 2 വർഷങ്ങൾക്ക് മുന്നേ പാപ്പിലോന്റെ ഒരു സുഹൃത്ത് ഇതിനകത്തേക്ക് കയറി പോയിട്ട് പിന്നീട് തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞല്ലോ, ആ ഒരുത്തനാണത്. അപ്പൊ അവനാണെങ്കിലും പറയും പാപ്പിലോൺ ഞാൻ ഇതിനകത്ത് പെട്ടുപോയിട്ട് നീ ആണെങ്കിലും എന്നെ തിരക്കി ഇതിനകത്തേക്ക് വന്നില്ലല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ പാപ്പിലോണൊന്നും മിണ്ടത്തില്ല. അപ്പൊ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 2 വർഷമൊക്കെ മുന്നേ പോയ ഒരുത്തൻ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഈ ഗുഹയ്ക്കുള്ളിൽ കാണണമെന്ന് പറഞ്ഞാല് അപ്പൊ അവൻ ഇവരോട് പറയും ശരി നിങ്ങൾ വെളിയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ശരി വാ എന്നോടൊപ്പം വാന്ന് പറഞ്ഞ് അവൻ ഇവരെ വിളിച്ചിങ്ങനെ പോവാണ്. അപ്പൊ ഇവരാണെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും വെളിയിലേക്ക് പോയാലേ പറ്റും. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാതെ അവന്റെ പുറകെ തന്നെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോകുന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവസാനം ഇവനൊരിടത്തേക്ക് ചെന്നിട്ട് അതിന് മുകളിലേക്കുള്ളൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറും. അങ്ങനെ കയറി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് വലിയൊരു കിണറാണ്, അതൊരു കുഴി പോലെ. അപ്പൊ ഇതിലൂടെയാണ് ആ ഒരു വഴി എന്നുള്ള രീതിയിലാണ് അവൻ കാണിച്ചു കൊടുക്കുന്നത്. മറ്റാർക്കും അത് വിശ്വാസമാവുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കാർലെറ്റ് പറയും എന്തായാലും ഈ ഒരു കാറ്റകോംസിന് ഒരു കിഴക്ക് ഭാഗവും അതേപോലെ തന്നെ ഒരു പടിഞ്ഞാറ് ഭാഗവും ഉണ്ട്, അത് തമ്മിൽ എന്തായാലും കണക്ട് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ചേംബർ കണ്ടെത്തി കഴിഞ്ഞാല് നമുക്ക് എന്തായാലും വെളിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ആ ഒരു വഴിയും കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ വിശ്വസിച്ച് എല്ലാവരും താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് സ്കാർലെറ്റ് ഒരു കയറ് കെട്ടിയിട്ട് അതിലൂടെ ആ ഒരു കിണറിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങിയതിന് ശേഷം അവസാനമായിട്ട് നമ്മുടെ ക്യാമറാമാൻ ബെഞ്ചി അവനാണെങ്കിൽ പതിയെ ഇറങ്ങുമ്പോഴത്തേക്ക് അവന് നല്ല പേടി. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും തലയെല്ലാം ചുറ്റാൻ തുടങ്ങും. അതുമല്ല പിടി വിട്ടിട്ട് അവന്റെ കൈയാണെങ്കിൽ ഒരു കല്ലിൽ കയറി പിടിച്ച് കയ്യും മുറിയും. അങ്ങനെ ഒരു വിധത്തിൽ പേടിച്ചാണെങ്കിലും അവൻ നേരെ താഴേക്ക് ഇറങ്ങി അവന്റെ കൈയെല്ലാം വെച്ച് കെട്ടി. ഇവര് മറ്റൊരു തുരങ്കത്തിലൂടെ അകത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാഗത്ത് ഒരുപാട് വെള്ളമുണ്ട്. അതുമല്ല ബെഞ്ചിക്കാണെങ്കിൽ ഇപ്പോൾ താഴെ ഇറങ്ങിയതിന് ശേഷം ചെവി നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നില്ല. അവൻ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ശബ്ദം ഇവർക്ക് ചെവിയെല്ലാം അടച്ചു പോകുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് നേരം അത് കേൾക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയാൻ കഴിയുന്നില്ല. ബെഞ്ചി ലൈറ്റ് ഒരു വശത്തേക്ക് തിരിയുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ പയ്യനിങ്ങനെ ഇരിക്കുന്നു. ഇത് കാണുന്നതും ഈ പേടിച്ചിട്ട് രോമോല എഴുന്നേക്കല്ലോ അതേപോലെ ആയിപ്പോവും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം നിൽക്കുമ്പോഴത്തേക്കാണ് എല്ലാം സാധാരണ അവസ്ഥയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ശരി നമുക്ക് അവനോടൊപ്പം തന്നെ പോവാന്ന് പറഞ്ഞ് വീണ്ടും പാപ്പിലോന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവനെ ഫോളോ ചെയ്ത് ഇവരിങ്ങനെ പോവാണ്. അങ്ങനെ അവൻ ഒരുപാട് ദൂരം ചെന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് പിന്നീട് അങ്ങോട്ട് വഴിയില്ല, ഒരു ഡെഡ് എൻഡ്. അപ്പോൾ ഇവർ ചോദിക്കും ഹേയ് നീയല്ലേ പറഞ്ഞ് ഇതിലെ വഴിയുണ്ടത് എന്ന് പറയുമ്പോൾ അവൻ പറയും അത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, പക്ഷേ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നെന്ന് പറയുന്നതും എല്ലാവർക്കും ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്കാർലെറ്റും ജോർജ് ആണല്ലോ ഇതിൽ പ്രധാനമായിട്ട് ഇവർക്കാണല്ലോ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്നത്. നമ്മുടെ ജോർജ് പെട്ടെന്ന് സ്കാർലെറ്റിനെ വിളിച്ചിട്ട് സ്കാർലെറ്റ് ഇത് നോക്കുന്നു പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവരെ ഇതിൽ ഇറങ്ങുന്നതിന് മുന്നേ ആ ഒരു കല്ല് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വഴിയുടെ തുടക്കമുണ്ടല്ലോ, കഴുകന്റെ ചിറകുകള് അതാണ് നിങ്ങളെ വഴി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരു കഴുകന്റെ ചിത്രം. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കഴുകന്റെ ചിറക് നീട്ടി കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം തന്നെയാണ് വഴിയെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു ചിറക് കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ അടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെ വഴി? അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിലൊരു കല്ലില് ഈ സ്കാർബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഈജിപ്ഷ്യൻ ചിത്രമുണ്ട്. അതുമല്ല അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു ടെക്നിക്കുണ്ട്. ഈ ഫറവോമാര് ഈ പിരമിഡിന്റെ ഉള്ളിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. അതും പണ്ടത്തെ ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ടെക്നിക്ക്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോകാനായിട്ട് എന്തായാലും ഒരു വഴിയുണ്ട്, പക്ഷെ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ സ്കാർലെറ്റിന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്. ആ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ കുറെ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി. ഈ ഈജിപ്ഷ്യൻ വിശ്വാസം അതിനെപ്പറ്റിയെല്ലാം ഒരുപാട് വായിക്കും. അപ്പൊ അവർ വിശ്വസിക്കുന്ന ഈ ഗ്രഹങ്ങള് അതിനെ 7ആയിട്ട് വേർതിരിക്കുന്നു. അങ്ങനെ 7 കല്ലുകളുണ്ട്. അപ്പോൾ പറയും ഇതിൽ 7ാമത്തെ കല്ല് അല്ലെങ്കിൽ 6ാമത്തെ കല്ല് അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാനുള്ള വഴി കണ്ടുപിടിക്കാൻ കഴിയും. ഒരു പക്ഷേ നമ്മൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് നമ്മളെല്ലാവരും നശിക്കും. അതൊരു ലോക്കാണെന്ന് പറയുന്നത്. നമ്മുടെ സ്കാർലെറ്റ് കറക്റ്റായിട്ട് 7 ഗ്രഹങ്ങൾ തന്നെ വെച്ചുകൊണ്ട് 7ാമത്തെ ആ ഒരു കല്ലിലേക്ക് പിടിച്ചിട്ട് ആ ഒരു കല്ല് പതിയെ ഇങ്ങനെ മാറ്റുന്നതും പെട്ടെന്ന് ആ ഒരു ഭാഗം ഇങ്ങനെ കുലുങ്ങിയെല്ലാം ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്ന ആർക്കും അറിയാൻ കഴിയുന്നില്ല. അതേസമയം മറ്റൊരിടത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് വലിയൊരു കല്ല് ഉരുണ്ടിങ്ങനെ മാറി അകത്തേക്ക് പോകാനായിട്ടൊരു വഴി ഇങ്ങനെ കാണുകയാണ്. അത് ഒരു ചെറിയ തുരങ്കം പോലെ.
അങ്ങനെ നമ്മുടെ സ്കാർലറ്റ് തന്നെയാണ് ആദ്യം അതിനകത്തേക്ക് ഇറങ്ങുന്നത്. കാരണം അവളാണ് ഇവരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവൾ അതിനകത്തേക്ക് കയറിയിട്ട് ജോൺ ജോൺ ഇതിനകത്തേക്ക് വാ, ഇത് കണ്ടു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താണെന്ന് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരാളുടെ ശരീരം ഇരിക്കുന്നു. പക്ഷെ അയാൾ മരിച്ചുപോയതാണ്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാളുടെ ശരീരം ഇതുവരെയും ചീഞ്ഞഴുകിയിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അതിനകത്തേക്ക് ചെന്നിട്ട് ഒരു ചുമര് ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും വിട്രിയൽ എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ അതെന്തോ ഒരു മുദ്രാവാക്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിക്കടിയിലേക്ക് പോയിട്ടുള്ള ഒരു വഴിയുണ്ട്, ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ട് നിങ്ങൾ അതെല്ലാം സന്ദർശിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഇനിയും ഭൂമിക്കടിയിലേക്ക് പോയിട്ട് വരും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ബാക്കിയാർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും താഴേക്ക് വന്നത് തന്നെ അവർക്ക് നല്ല പേടിയായി. അപ്പോൾ സ്കാർലറ്റ് പറയും ഇല്ലില്ല, ഇനിയും താഴേക്ക് പോകാനായിട്ട് കഴിയും. ആ കഴുകന്റെ ചിറകുകൾ നമുക്ക് വഴി കാണിച്ചു തരും. അത് കഴിഞ്ഞ് ഇരുണ്ട പകലിൽ ഏറ്റവും തിളക്കമുള്ള ഭാഗം, അപ്പൊ ഇരുണ്ട ദിവസത്തിൽ ഏറ്റവും തിളക്കമുള്ള ഒന്ന്. അപ്പൊ അതെന്താണ്, അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാൻ വേണ്ടി സ്കാർലറ്റ് പറയും ശരി നിങ്ങളുടെ എല്ലാവരുടെയും ടോർച്ച് ഒന്ന് ഓഫാക്കാൻ പറയും. അപ്പോൾ അവരെല്ലാവരും പേടിക്കും. അപ്പോൾ അവൾ പറയും ഇല്ലില്ല, ഒരു നിമിഷത്തേക്ക് നിങ്ങളൊന്ന് ഓഫാക്കാൻ പറയുമ്പോൾ എല്ലാവരും ലൈറ്റ് ഇങ്ങനെ ഓഫ് ചെയ്യുന്നതും എവിടെയോ ഒരു വെളിച്ചം അവളിങ്ങനെ കാണുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ അത് അവിടെയുള്ള ഒരു വെള്ളത്തിനടിയിലേക്കാണ് ആ ഒരു വെളിച്ചം കാണുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് അവൾ അവിടേക്ക് ഇറങ്ങിയിട്ട് ശരി ഇതിനുള്ളിൽ നിന്നാണ് ആ ഒരു വെളിച്ചം വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിലേക്ക് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അവിടെയുള്ള ആ ഒരു കല്ലുകളെല്ലാം മാറ്റുന്നതും ഉള്ളിലേക്ക് പോകാനായിട്ടൊരു വഴിയുണ്ട്. അങ്ങനെ അവൾ ആ ഒരു വെള്ളത്തിലൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നതും മറ്റൊരു അറയിലേക്ക് ഇവർ ചെന്ന് കയറും. അങ്ങനെ എല്ലാവരും വരുമ്പോഴത്തേക്കാണ് ഇവർ കണ്ടുപിടിക്കാനായിട്ട് വന്ന ആ ഒരു കല്ലുള്ള സ്ഥലം ഇത് തന്നെയാണെന്ന് സ്കാർലറ്റിന് മനസ്സിലാവുന്നത്. അതുപോലെ അവൾ പറഞ്ഞിരുന്നല്ലോ ഇവിടെ നിധി ഉണ്ടാവുന്നത്. ആ ഒരു നിധിയാണെങ്കിൽ ഒരു ഭാഗത്തുണ്ട് ഒരുപാട് സ്വർണവും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പാപ്ലിയോന്റെ ഫ്രണ്ട് ആണെങ്കിലും അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ അവന്റെ ദേഹം വലിയ രീതിയിൽ നനഞ്ഞിട്ടില്ല. അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അവൻ ഏത് വഴി വന്നോന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ സ്കാർലറ്റിനും ജോണിനും ഈ ഒരു കാര്യം കണ്ടുപിടിച്ച ആ ഒരു സന്തോഷം. അങ്ങനെ അവളാണെങ്കിലും ആ ഒരു കല്ലിരിക്കുന്ന ആ ഒരു ഭാഗം അതിങ്ങനെ കണ്ടിട്ട് ആ ഒരു സന്തോഷം കൊണ്ട് പെട്ടെന്ന് അവൾ ആ ഒരു കല്ല് വലിച്ചിളക്കുന്നതും പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. പാപ്പിലോൺ ഉണ്ടല്ലോ, അവനോട് അവന്റെ സുഹൃത്തിനോട് പറയും ഹേയ് ആ ഒരു അറ പൊളിക്കരുത്, അതൊരു കെണിയാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ അവന്മാർ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ അത് വലിച്ചിങ്ങനെ മാറ്റുമ്പോഴത്തേക്കാണ് സ്കാർലറ്റ് പറഞ്ഞതുപോലെ ഇതൊരു കെണിയായിരുന്നു. പെട്ടെന്ന് മേൽക്കൂരയിലെ ഇടിഞ്ഞിട്ട് താഴേക്ക് വീഴുന്നു. ഇവർക്കാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാപ്പിലോന്റെ കൂടെ വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ കൈയിനാണെങ്കിൽ നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കാർലറ്റ് പെടുന്ന അവളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു കല്ല് അതെടുത്തിട്ട് ശരി കുറച്ച് നേരെയുള്ളൊന്ന് ആ ഒരു കല്ലെടുത്ത് ഇങ്ങനെ ഉരച്ചിട്ട് അവളുടെ കയ്യിലേക്ക് വെക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു മുറിവുകളൊന്നും കാണാനില്ല. കാരണം ഈ ഒരു കല്ലിന് അത്ഭുത ശക്തി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിപ്പോൾ ഇവിടെ യഥാർത്ഥമായിട്ട് സംഭവിക്കുകയാണ്. ഓക്കെ ശരി, ഇനിയിപ്പോൾ എന്തായാലും ഇവർക്ക് വന്ന വഴി തിരിച്ചു പോകാൻ കഴിയത്തില്ല, ആ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു വീണല്ലോ, അതുകൊണ്ട് മറ്റൊരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ എല്ലാവരും നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്കാർലറ്റ് അടുത്തൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. എന്തോ ഒരു ചിത്രം കാണും. അതുപോലെ ആ ഒരു ചിത്രം രണ്ട് ഭാഗങ്ങളായിട്ട് മുകളിലും താഴെയായിട്ടുണ്ട്, തല കീഴായിട്ട്. അപ്പോൾ പറയും ഇത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം, ഇതിനടിയിലേക്കുള്ളത് നമ്മുടെ ആത്മാവുള്ള ഭാഗം. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഇത് സ്വർഗവും ഇത് നരകവും എന്ന രീതിയിലായിരിക്കും ഇത് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വെളിയിലേക്ക് പോകാനായിട്ട് വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സീലിംഗ് ഉണ്ട്, ആ സീലിങ്ങിന്റെ നേരെ താഴെ ഈ ചിത്രം ഉള്ളതുപോലെ ഇതിന് താഴേക്കൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് കല്ലുണ്ടെങ്കിൽ ഇരിക്കുന്നതും ആ ഒരു ഭാഗം പൊട്ടി ഉള്ളിലേക്ക് മറ്റൊരു വഴി കാണുന്നു. ഇവർ ഇത്രേ വഴി ഇതിനകത്തേക്ക് വന്നപ്പോഴത്തേക്കും അവർക്ക് തന്നെ വട്ടായി. അപ്പോൾ ഇതിനു മുന്നേ ഈ ഒരു സ്ഥലമെല്ലാം നിർമ്മിച്ച് ഈ ഒരു തുരങ്കങ്ങളെല്ലാം നിർമ്മിച്ച് ഇവിടെ പണിയെടുത്തവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. അത് നമ്മൾ ഈ ഒരു പിരമിഡുകളെ കുറിച്ചുള്ള ഡോക്യുമെന്ററി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും ഭയാനകമാണ് അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ. അതൊക്കെ നിർമ്മിച്ച് അതിനുള്ളിലൂടെയൊക്കെ പോയവരുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്കൊരു പേടിയും കാണത്തില്ല. പുതുതായിട്ട് ഇപ്പൊ കയറുന്നവർക്കായിരിക്കും ആ ഒരു പേടിയുള്ളത്. അങ്ങനെ ആ ഒരു വഴിയെ നമ്മുടെ സ്കാർലറ്റ് തന്നെയാണ് ആദ്യം ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയിട്ട് എല്ലാവരും കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ എന്തൊരു വാചകം എഴുതി വെച്ചിരുന്നു. അത് നമ്മുടെ ജോർജ് ഇങ്ങനെ വായിച്ചിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ രക്ഷയോടോ ഇല്ലയോ എന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട, അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം ഇതിനുള്ളിലേക്ക് കയറാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ എന്തുകൊണ്ട്? പക്ഷെ ഇവർക്ക് അതിനുള്ളിലേക്ക് പോകാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് വീണ്ടും ഇവർ ഉള്ളിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ആ ഒരു വഴിയാണെങ്കിലും ഒരാൾക്ക് കഷ്ടിച്ച് ഇഴഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴിയാണ്. അതിനുള്ളിലൂടെ അവൾ അകത്തേക്ക് കയറി ബാക്കി എല്ലാവരും അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവരിപ്പോ മുകളിൽ നിന്ന ഒരു മുറി ഉണ്ടല്ലോ അതേപോലെയുള്ള ഒരു മുറി. അപ്പോൾ ഒരു പറയും നമ്മൾ വന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വന്നതെന്ന് ചോദിക്കുമ്പോൾ സ്കാർലറ്റ് പറയും ഒരിക്കലും അങ്ങനെയല്ല, ഇത് അതേപോലെയുള്ള മറ്റൊരു മുറി തന്നെയാണ്, പക്ഷേ സെയിം അല്ല. നേരത്തെ പറഞ്ഞില്ലേ തലകീഴായിട്ട് ഒന്ന് സ്വർഗമാണെങ്കിൽ മറ്റൊന്ന് നരകത്തിനെ സൂചിപ്പിക്കും. ഓക്കെ ശരി, നമുക്ക് എന്തായാലും മറ്റൊരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പാപ്പിലോ നോക്കുമ്പോഴത്തേക്കും ഇവർ ഇഴഞ്ഞ് കയറിയല്ലോ ഇതിനകത്തേക്ക്. ആ ഒരു ഭാഗം ഇപ്പൊ കാണാനില്ല, അത് മറഞ്ഞു പോയിരിക്കുന്നു. ഇതും കൂടി ആകുമ്പോഴത്തേക്കും ശരി നമുക്ക് മറ്റൊരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. എല്ലാവർക്കും നല്ല പേടിയായി. നോക്കുമ്പോഴത്തേക്കും മുകളിലുള്ളത് പോലെ തന്നെ ഇവിടെയും കുറച്ച് വെള്ളമുള്ള ഭാഗമുണ്ട്. അങ്ങനെ അതിനുള്ളിലൂടെ തന്നെ പോകാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനകത്തേക്ക് ഇറങ്ങുന്നതും വെള്ളത്തിനടിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്നു. എന്തോ
എന്തോ ഇവരെ വലിച്ചെടുത്തോണ്ട് പോകുന്നത് പോലെ നല്ല സ്പീഡിന് തന്നെ മറുവശത്തേക്ക് കൊണ്ടാക്കാണ്. അങ്ങനെ ഇവരെല്ലാവരും മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു ക്യാമറയും വലിച്ചെടുത്ത് ഓക്കെ ശരി എല്ലാവരും സേഫ് അല്ലേ എന്ന് പറഞ്ഞ് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്തും നേരത്തെ കണ്ട ലാ ടൗപ്പേ എന്ന് പറഞ്ഞിട്ട് ആവർത്തൻ നമ്മുടെ പാപ്പിലോന്റെ സുഹൃത്ത് അവൻ അവിടെ ഇരിപ്പുണ്ട്. ഇവൻ എങ്ങനെയാണ് ഈ ഒരു മുറിയിൽ വന്നതെന്ന് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അവൻ അങ്ങനെ ഇരിക്കുന്നതും ഇവരുടെ കൂടെയുള്ള സോയി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് നിനക്ക് കുഴപ്പമില്ലല്ലോ, നീ ഓക്കെ അല്ലേ ഇത് പറയാനായിട്ട് വരുന്നതും വടുവൻ പേടിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവൻ വീണ്ടും അവിടെ നിൽക്കുമ്പോൾ ഇവൻ എന്താ പറ്റിയേ എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ ഇങ്ങനെ തൊടുന്നതും അവൻ പെട്ടെന്ന് ആ ഒരു പെണ്ണിനെ പിടിച്ച് അവളുടെ തല പിടിച്ച് താഴേക്ക് ഇടിച്ച് അവൾ അവിടെ വെച്ച് എന്നെ കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോവാണ്. അവൻ ഇപ്പൊ എവിടെയും കാണാനില്ല. ഇവർക്ക് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കഴിയുന്നില്ല. അതുമല്ല ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു കല്ല് ഉപയോഗിച്ച് അവളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു കല്ലിപ്പോ വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇതിന്റെ മറുഭാഗത്തായതുകൊണ്ട് ആ ഒരു കല്ല് പ്രവർത്തിക്കത്തില്ല എന്നാണ് സ്കാർലെറ്റ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു പെണ്ണ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ വേറെ വഴിയില്ല. അതുകൊണ്ട് ആ ഒരു പെണ്ണിന്റെ ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് നടന്നിങ്ങനെ വരുന്നതും ഇവർ മുകളിൽ ഏത് വഴിയിലൂടെയാണ് നടന്നത് അതേപോലെ തന്നെയാണ് താഴെയുള്ളത്. അതിലൂടെ ഒരുപാട് നടന്നു വരുമ്പോഴത്തേക്കും ഇവർ ആ ഒരു കല്ലുകൾ മാറ്റിയിട്ട് ആ ഒരു വഴി കണ്ടുപിടിച്ചല്ലോ. ആ ഒരു വഴി എത്തുന്നു. ഇത് കാണുമ്പോഴെല്ലാം എല്ലാവർക്കും അത്ഭുതമാണ്. അങ്ങനെ അതുവഴി ഇവർ ഉള്ളിലേക്ക് ഇറങ്ങുന്നതും അവിടെ നോക്കുമ്പോഴത്തേക്കും ആരും തൂങ്ങി നിൽക്കുന്നത് ഓരോ കയറിങ്ങനെ കാണുന്നു. പക്ഷെ രണ്ടാമത് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അത് അവിടെ കാണാനില്ല. എല്ലാവരും തോന്നലാണെന്ന് തോന്നുന്നു. കാരണം ഇവർ നരകം പോലെയുള്ള ആ ഒരു ഭാഗത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടി നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഇവർ ആ ഒരു കിണർ കണ്ടുപിടിക്കും. കാരണം ഇവർ ഇതിലേക്ക് ഇറങ്ങിയത് ഈ ഒരു കിണർ വഴിയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ജോർജ് പറയും ഇതെല്ലാം ഒരു കണ്ണാടി പോലെ മാത്രമേ നമ്മൾ കാണാവൂ. കാരണം എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൽ ഇറങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവര് നാലുപേരും സ്കാർലെറ്റ്, ജോർജ്, സെഡ്, പാപ്പിലോൺ ഇവർ നാലുപേരും ആദ്യം താഴേക്ക് ഇറങ്ങും. ഇപ്പൊ അവസാനമായിട്ട് ഇറങ്ങുന്നത് നമ്മുടെ ക്യാമറമാൻ ബെഞ്ചിയാണ്. അങ്ങനെ അവൻ മുകളിലിരുന്നിട്ട് അവനുള്ള പേടി ബെഞ്ചി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ പേടിച്ചു ഇങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് അവന്റെ പുറകിൽ ആരോ വന്നതുപോലെ ഒരു ശബ്ദം. അവനാണെങ്കിലും പുറകിലേക്ക് നോക്കി ഹേയ് അവിടെ ആരെങ്കിലുണ്ടെങ്കിൽ മുന്നിലേക്ക് വന്നെല്ലാം പറഞ്ഞിട്ട് അവനെ പേടിച്ചിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പുറകിലേക്ക് നോക്കുന്നതും അങ്ങനെ ഇവിടെ താഴെ കാണിക്കുമ്പോൾ അവൻ നേരെ മുകളിൽ നിന്ന് പിടിവിട്ട് താഴേക്ക് വീണ് ആ വീണ വീഴ്ചയിൽ തന്നെ ബെഞ്ചി അവിടെ വെച്ച് മരിക്കുന്നു. അപ്പൊ അവനെ ഇനി രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവന്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവര് നേരെ ആ ഒരു അസ്ഥികളെല്ലാം ഉള്ള ആ ഒരു ഭാഗത്തൂടെ വെളിയിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് താഴെ കുറെ വെള്ളം കിടക്കുന്നു. അതിലാണെങ്കിൽ ജോർജിന്റെ സഹോദരൻ കുട്ടിക്കാലത്ത് ആ ഒരു സഹോദരൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തിരുന്നത്. ആ ഒരു കാര്യമെല്ലാം ജോർജിന് കാണാൻ കഴിയും. അതെല്ലാം കണ്ട് അവൻ പേടിക്കുമ്പോഴത്തേക്കും സ്കാർലെറ്റ് ഒന്നുകൂടെ പറയും ഹേ ജോർജ് ഇതൊന്നും യഥാർത്ഥമല്ല നിനക്കെല്ലാം തോന്നുന്നതാണെന്നെല്ലാം പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി. ഇപ്പൊ ഇവർ നാലുപേരും മാത്രമേ ഉള്ളൂ. ഇവരിപ്പോൾ മറ്റൊരു മുറിയിലേക്ക് തന്നെ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഈ ഒരു നരകം പോലെയുള്ള ഭാഗത്ത് എത്തിയത് കൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ച ഭയാനകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വീണ്ടും കാണാൻ കഴിയുന്നു. അങ്ങനെ എല്ലാവരും നടന്ന് അടുത്തൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ എന്തോ ഒരു തീ കത്തുന്ന പോലെ. എല്ലാവരും അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കാർ ഇങ്ങനെ നിന്ന് കത്തുന്നു. അതിനകത്താണെങ്കിൽ പാപ്പിലോണിനെ അറിയാവുന്ന ആരോ ഒരാള് ആ കാറിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതും ഇവൻ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരാൾ ഇവനെ വലിച്ച് അടുത്തേക്ക് എടുത്ത് ആ ഒരു കാറിനകത്തേക്ക് പിടിക്കുന്നതും ഈ ഒരു കാറും തീ ഉൾപ്പെടെ എല്ലാം മണ്ണിനടിയിലേക്ക് താഴ്ന്നങ്ങ് പോകുന്നു. ഇവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് പാപ്പിലോണിന്റെ കാല് മാത്രം വെളിയിലിരിക്കുന്നു. ഇവർ ചെന്ന് വലിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് കഴിയത്തില്ല. കാരണം അവനും എന്തായാലും അതിനകത്ത് വെച്ച് മരിച്ചു. വീണ്ടും അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അതുപോലെ നമ്മുടെ സെഡാണ് ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നിട്ട് ഈ കല്ലിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ ചാരി നിൽക്കുമ്പോൾ അതിനടുത്തിട്ട് കുറെ രൂപങ്ങളുണ്ട്. ഈ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് അതിലൊരു രൂപം വന്നിട്ട് നമ്മുടെ ജോർജിനെ പിടിച്ച് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റക്കടി. അപ്പോൾ സെഡ് ആണെങ്കിൽ അവന്റെ കയ്യിൽ ക്യാമറ എടുത്ത് ആ ഒരു രൂപത്തിൽ തലയിലേക്ക് ഒരു അടി. അത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജോർജിന് കളിയുണ്ട് അവിടെ കിടക്കുമ്പോഴത്തേക്കാണ് ജോർജ് എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട് സ്കാർലെറ്റിനോട്. അതെന്താണെന്ന് അവള് മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ആ ഒരു കല്ലെടുത്തല്ലോ സ്കാർലെറ്റ്, ആ ഒരു കല്ല് തെറ്റായിട്ടുള്ളൊരു കല്ലാണ്. ആ ഒരു കല്ലെടുത്തത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു കല്ല് തിരിച്ചു കൊണ്ട് വെച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് സെഡിനെ ജോർജിൻ്റെ അടുത്ത് തന്നെ ഇരുത്തും. എന്നിട്ട് പറയും നീ എവിടെയും പോരുത്, നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഈ ഒരു കല്ല് കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവൾ ആ ഒരു കല്ലും എടുത്ത് തിരിച്ചോടുകയാണ്. അവൾ അത് എടുത്തത് എവിടെയാണോ അവിടെ തന്നെ തിരിച്ചു കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സ്കാർലെറ്റ് ആണെങ്കിലും തിരിച്ചോടുമ്പോഴത്തേക്കും ഈ ഒരു വെള്ളം പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ചെല്ലുമ്പോൾ വെള്ളത്തിന് പകരം ഇപ്പോൾ അവിടെ എല്ലാം രക്തം കിടക്കുന്നു. നടന്നു പോകുമ്പോഴത്തേക്ക് രണ്ട് കൈകൾ വന്ന് അവളെ വലിച്ചെടുത്ത് ആ രക്തത്തിലേക്ക് ആക്കുന്നതും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ചാടി ഇറങ്ങി നേരെ ആ ഒരു കിണറുണ്ടല്ലോ അതിന് മുകളിലേക്ക് വലിഞ്ഞടിച്ച് കയറി. ഇപ്പോഴും അവൾ ആ ഒരു ധൈര്യം കൈവിട്ടിട്ടില്ല. ഇതെന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. ആ ഒരു സമയത്ത് താഴെ പാറക്കല്ലുകളിൽ നിന്നും എന്തൊക്കെയോ സാധനങ്ങളുടെ വായ ഇങ്ങനെ വന്നിട്ട് അവളെ കടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു വിധത്തില് അവൾ ആ കല്ലെടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ആ ഒരു കല്ല് കൊണ്ടുവന്ന് വെക്കും. അപ്പോഴേക്കാണ് എല്ലാം നിൽക്കുന്നത് പോലെ അവൾക്കൊരു ഫീൽ ആവുന്നത്. അത് കഴിഞ്ഞ് അവൾ നേരെ തിരിച്ച് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജോർജിനെ കടിച്ചല്ലോ ആ ഒരു രൂപം വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ സെഡ് ആണെങ്കിൽ ഇത് കണ്ട് പേടിച്ചിട്ട് അവൻ മറ്റൊരിടത്തേക്ക് ഓടുന്നു. അതേസമയം നമ്മുടെ സ്കാർലെറ്റ് അവിടേക്ക് വന്നിട്ട് അതിനെ അടിച്ച് കളഞ്ഞ് ജോർജിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് പിടിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ കഴുത്തിൽ ആ ഒരു മുറിവ് അങ്ങ് മാറുന്നു.
അവനിപ്പോ വീണ്ടും ജീവനോട് തിരിച്ചു വരികയാണ്. അപ്പൊ ഇനി സെഡിനെ കണ്ടുപിടിക്കണം. അപ്പൊ അവനാണെങ്കിൽ കുറച്ച് മുന്നിലേക്ക് ഓടുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും സെഡ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ച് ഇവർ ഓടി ഓടി അവസാനം മറ്റൊരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് അടുത്തൊരു കുഴി, ഒരു കിണർ പോലെ. അപ്പൊ സ്കാർലറ്റ് പറയും ഇതാണ് നമ്മുടെ അവസാന വഴി, എന്തായാലും ഇതിനുള്ളിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നിങ്ങനെ പറയുന്നതും ജോർജ് അതിന് സമ്മതിക്കത്തില്ല. ജോർജ് പറയും ഇല്ല, ഇതെനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നമ്മൾ രക്ഷപ്പെടുമെന്ന്, നമ്മൾ വീണ്ടും താഴേക്ക് തന്നെ പോവാണെന്ന് പറയുമ്പോൾ സ്കാർലറ്റ് പറയും ഇത് നിങ്ങളുടെ പേടിയാണ്, ആ ഒരു പേടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കത്തിച്ചിങ്ങനെ ഇടുന്നതും ആ ഒരു തീയാണെങ്കിൽ അങ്ങനെ താഴേക്ക് പോകുന്നു ഒരുപാട് ദൂരം. അതും കൂടി കാണുമ്പോഴത്തേക്ക് ഇവർക്ക് പേടി കൂടി. അതുകൊണ്ട് എന്നെ വിശ്വസിച്ച് എന്തായാലും ചാടാൻ പറഞ്ഞിട്ട് 3 പേരും കൂടി കൈ പിടിച്ച ഒരു ഒറ്റ ചാട്ടം ഒരുപാട് ദൂരം അങ്ങനെ താഴേക്ക് പോയിട്ട് അവസാനം എവിടേക്ക് വന്ന് വീഴുന്നു. പക്ഷെ ഇവർക്ക് വലിയ രീതിയിൽ പരിക്കില്ല. അപ്പോഴാണ് ഇവർക്ക് ഇപ്പോ എങ്ങോട്ടും പോരായിട്ട് വഴി കാണുന്നില്ല. വീണ്ടും പെട്ടു എന്നും പറഞ്ഞ് പേടിച്ചലറി വിളിക്കുമ്പോഴത്തേക്കും കാലിട്ട് നോക്കുമ്പോൾ താഴെ എന്തോ ഒന്നുണ്ട്. അത് പിടിച്ച് ഇങ്ങനെ തള്ളുമ്പോൾ തുറക്കാൻ കഴിയുന്നുണ്ട്. വെളിയിലാണെങ്കിൽ എന്തോ വിളിച്ചുകൊണ്ട് അങ്ങനെ ആദ്യത്തെ ഒരു തവണ ശ്രമിക്കുമ്പോഴത്തേക്കും നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജോർജ് പറയും ശരി നമുക്ക് നല്ലതുപോലെ തള്ളി സൈഡിലേക്ക് ഇങ്ങനെ മാറ്റാന്ന് പറഞ്ഞ് അത് തള്ളി അങ്ങനെ മാറ്റുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവരിപ്പോ ആ ഒരു കാറ്റഗോംസിന്റെ മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്കാർലറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഭാഗം. പക്ഷെ ഇവര് വീണത് താഴേക്ക്, ഇപ്പൊ കയറുന്നതോ മുകളിലൂടെ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേപോലെയുള്ള 2 സ്ഥലങ്ങളാണ്, ഒന്ന് നരകമായിട്ടും മറ്റൊന്ന് സ്വർഗം എന്നുള്ള രീതിയിലും. അതുകൊണ്ട് ഇവരിപ്പോ ആ ഒരു നരകത്തിലൂടെയുള്ള വാതിൽ വഴിയാണ് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇതുവഴി തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർക്ക് സ്വർഗത്തിലൂടെയുള്ള ആ വാതിൽ വഴിയും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. അങ്ങനെയുള്ള 2 വഴികളാണുള്ളത്. എന്തായാലും ഇവര് 3 പേരും വെളിയിലേക്ക് ഇറങ്ങി. സെഡ് ആണെങ്കിലും ഒന്നും മിണ്ടാതെ എന്റെ പൊന്നോ മതി കൂടെ വന്ന 2 പേരും മരിച്ച് ഞാനെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ അവരൊന്നും മിണ്ടാതെ അങ്ങനെ നടന്നു പോകുന്നു. പാവം കുറെ അത്ഭുത കല്ലും കുഴിയും. പാവം ഒരു 3 പേര് അവളുടെ കൂടെ പോയിട്ട് അവസാനം മരിക്കുകയും ചെയ്തു. അതോടെ ആസബോ സോബിലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ് എന്ന് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.